ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു റിതം ഓഫ് ലൈഫ്. എന്നത്തെയും പോലെ ഇന്ന് നമ്മുടെ ചായയിൽ നിന്ന് തന്നെ ആവട്ടെ തുടക്കം. നമുക്കൊരു 5-8 ബദാമുണ്ട്. പിന്നെ ഞാൻ എനിക്ക് വരുമ്പോഴേക്കും അമ്മ മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ പോയത് നമ്മുടെ വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണികളൊക്കെ ഇടാനായിട്ടാണ്. നമ്മളിവിടെ തുണി ഇടുമ്പോൾ ഒരു മണിക്കൂറോ അരമണിക്കൂറോ മുന്നേ തന്നെ തുണികളൊക്കെ ഇങ്ങനെ സോപ്പ് പൊടിയിൽ നനച്ചിങ്ങനെ സെറ്റാക്കി വയ്ക്കും. അപ്പോൾ നമുക്ക് കുറച്ച് അഴുക്കുകളൊക്കെ പോയി കിട്ടും. പിന്നെ ഞാൻ നേരെ പോയത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി ഉണ്ടാക്കാനാണ്. നമുക്കിന്ന് എഗ് റോസ്റ്റാണ് കേട്ടോ. എഗ് റോസ്റ്റിനുള്ള വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പിലൊക്കെ നന്നായി മൂത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ സവോള ഇട്ട് കൊടുക്കുക. സവോള ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് ഉപ്പ് കൂടി ഇടുകയാണെങ്കിൽ നമുക്ക് വേഗം സവോള മൂത്ത് കിട്ടും. അപ്പോൾ മൂത്തതിന് ശേഷം നമ്മൾ അതിലേക്കുള്ള മസാലയാണ് ഇടേണ്ടത്. അപ്പോൾ നമ്മൾ എഗ്ഗ് മസാലയാണ് നമുക്ക് വേണ്ടത്. ഞാനപ്പോൾ മസാല പാക്കറ്റ് നോക്കുകയാണെങ്കിൽ ഈ ബോക്സ് നല്ല ബോക്സാണ് കേട്ടോ. നമുക്ക് ഈ മസാല പാക്കറ്റുകളൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചാൽ നല്ല ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതേ എഗ്ഗ് മസാല കിട്ടിയിട്ടുണ്ട്. എഗ്ഗ് മസാല നമുക്ക് സവോള വാടിയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക. കുറച്ച് തിരിക്കോളം എന്നിട്ട് ഗരം മസാല ഇടുക. നന്നായി ആ ഒരു റോസ് സ്മെല്ലൊക്കെ പോകണ വരെ നമ്മൾ നന്നായി ഒന്ന് മൂപ്പിക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇടുമ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ട് നന്നായി വാട്ടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് എഗ്ഗ് ഇട്ട് കൊടുക്കുക. എഗ്ഗ് നമ്മളിങ്ങനെ അരിഞ്ഞിങ്ങനെ സൈഡിൽ കണ്ടോ ഇങ്ങനെ എന്തുപോലെ കട്ട് ചെയ്തിടാണെങ്കിൽ അതിലേക്കുള്ളിൽ മസാല ഒക്കെ ഇറങ്ങി പൊക്കോളും. ചിലരാണെങ്കിൽ നമുക്ക് ഈ പകുതിയായിട്ട് കട്ട് ചെയ്തിട്ടിടും. അതിനൊക്കെ കുറച്ചും കൂടി ഇതാണെന്ന് തോന്നുന്നു. ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാറ്. നമ്മുടെ നൂലപ്പത്തിനുള്ള മാവ് കുഴയ്ക്കാനുള്ള വെള്ളമാണ് തിളയ്ക്കുന്നത്. നമ്മൾ എല്ലാം സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അമ്മയാണ് മാവ് കുഴയ്ക്കുന്നത്. അമ്മ കറക്റ്റ് വെള്ളമൊക്കെ എടുത്തിട്ട് നല്ലപോലെ മാവ് കുഴച്ച് സെറ്റാക്കി എനിക്ക് തന്നു. അപ്പോൾ ഞാൻ നൂലപ്പത്തിൻ്റെ അച്ചിലേക്ക് മാവൊക്കെ ഇട്ട് നമ്മൾ കറക്റ്റായിട്ട് അടച്ചില്ലെങ്കിൽ നമുക്ക് ആ നൂലപ്പം ചുറ്റാനുള്ളൊരു ഈസിനെസ് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് അടച്ച് നല്ല ടൈറ്റ് ആക്കിയിട്ട് വെക്കുക. അതിനുശേഷം നൂലപ്പം പതുക്കനെ ചുറ്റി കൊടുക്കുക. നമ്മുടെ നൂലപ്പത്തിൻ്റെ തട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് ആവി കയറിയതിന് ശേഷം ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നൂലപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തട്ട് കഴുകിയതിന് ശേഷം ഒരു തുണി കൊണ്ട് തുടച്ച് കുറച്ച് വെളിച്ചെണ്ണ എല്ലായിടത്തും തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നൂലപ്പം ആവി കയറി വെന്തതിന് ശേഷം എടുക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് നമ്മൾ ഇതിൽ പിടിക്കാണ്ട് കിട്ടും. നൂലപ്പൊക്കെ നല്ല ഭംഗിയിൽ ചുറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ നൂലപ്പം റെഡി ആയിട്ടുണ്ട്. ദേ കണ്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ബേബി. ഓ, ഗുഡ് മോർണിംഗ് പറ അമ്മോട്. ഗുഡ് മോർണിംഗ്. ലവ് യു. ലവ് യു ടു പറ. ഞങ്ങളെ പണി കഴിയലും ഉണ്ണി എനിക്കിലും ഒരുമിച്ചായി. അപ്പോൾ അവനെ ബ്രഷൊക്കെ ചെയ്യിച്ച് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയിലേക്ക് നീങ്ങാണ്. അപ്പോൾ ചോറുണ്ടാക്കാനായിട്ട് കുക്കറിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വാഷിംഗ് മെഷീനിലെ പണി കഴിയാറായിട്ടുണ്ട്. ഇപ്പോൾ സ്പിന്നിലായിട്ടുണ്ട്. അങ്ങനെ വാഷിംഗ് മെഷീനിലെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ മേലെ ഡ്രസ്സ് കൊണ്ടിടാൻ പോവാണ് കേട്ടോ. അപ്പോൾ തുണി ഇടുമ്പോഴേക്കും മേലെ പോയപ്പോൾ നല്ല വെയിലായിരുന്നു. 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ തുണി ഇട്ടപ്പോൾ. അങ്ങനെ അതൊക്കെ ഇട്ട് താഴെ വന്നിട്ട് റൂമൊക്കെ ക്ലീൻ ചെയ്യാണ്. അപ്പോഴേക്കും ഉണ്ണിക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ ചൂടായിട്ടുണ്ട്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ബണ്ണ് കഴിക്കാനായിട്ട് അവൻ. അവർക്ക് അച്ഛൻ പുറത്ത് പോയി മീനൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അമ്മ നന്നാക്കാണ്. വെള്ളടുകയാണ് കേട്ടോ മീൻ. അപ്പോഴേക്കും എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ അവന് നഖം വെട്ടി കൊടുക്കുകയാണ്. 2 ദിവസമായിട്ട് ചെറുതായിട്ട് നഖം വലുതായ പോലെ തോന്നി. അപ്പോൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ പിടിച്ച് നിർത്തി നഖം വെട്ടാണ്. അപ്പോൾ ഒരു 12:30 ആയപ്പോഴേക്കും നമ്മൾ മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മളെ മീൻ വെള്ളടുമാണ്. അതിൽ കുറച്ച് പല്ലിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പല്ലിനി എന്ന് പറഞ്ഞാൽ ഉണ്ണിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനം തന്നെയാണല്ലോ ഈ പല്ലിനി എന്ന് പറഞ്ഞത്. ഭക്ഷണം കഴിക്കുമ്പോൾ സ്നേഹപ്രകടനങ്ങളൊക്കെ ഇനിയും കാണുന്നത് പല്ലിനി കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവന്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഫുഡ് കഴിക്കുകയാണ്. പിന്നെ പ്ലേറ്റൊക്കെ കഴുകി വെച്ച്
ഞാനും മോനും കൂടി ടി വി കാണാനിരിക്കുകയാണ്. ടി വി കാണുമെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ കുട്ടികളല്ലേ, കുട്ടികളാകുമ്പോൾ നമ്മൾ എപ്പോഴും കാർട്ടൂൺ ചാനൽ തന്നെ ആയിരിക്കും. അവന് ഏറ്റവും ഇഷ്ടം നിക്ക് ജൂനിയറും നിക്കുമാണ്. പിന്നെ കൊച്ചു ടി വി എപ്പോഴെങ്കിലുമൊക്കെ കാണും, നമ്മുടെ ഡോറയുടെ. ടി വി കാണുന്നതിനിടയിൽ നമ്മൾ ഹൽവയും പിന്നെ ഉണ്ണിക്ക് മൂങ്ദാലുണ്ട്, അവനത് ഇഷ്ടമാണ്, അത് കഴിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയത് തുണി എടുക്കാനാണ്. മേലെ അപ്പോഴേക്കും സന്ധ്യ ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോഴും വെയിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, നല്ല വെയിൽ തന്നെയായിരുന്നു. നമ്മുടെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.